Good morning. Good morning, Miss. Good morning, ma'am. Good morning. Good morning, Miss. Okay. Sangeeta, good morning. Priya. Linchal, okay. Good morning. രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ഭക്ഷണമൊക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും? ഓക്കെ, ബ്ലെസ്സി, അലീന, ഗുഡ് Yes, മോർണിംഗ്. ma'am. കഴിഞ്ഞു അല്ലേ? ഓക്കെ. ശ്രീഗിനി, ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, സുമദേവി, ഗുഡ് മോർണിംഗ്. തുടങ്ങാം. അപ്പൊ നമുക്ക് Yes, ma'am. തുടങ്ങാം അല്ലെ? ഓക്കെ, പേനയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചോളൂ കേട്ടോ. നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് പറയുമ്പോ അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവര് ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ, അപ്പൊ ആർക്കെങ്കിലും അത് മിസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത്ര ആ നമ്പേഴ്സ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കാര്യം എക്സാമിന് അത് വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ അതും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയുടെ പ്രധാനപ്പെട്ട കമ്പോണന്റുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ? മെഡിക്കൽ ടെർമിനോളജി എന്താണെന്നും അതുപോലെ പ്രിഫിക്സ് എന്താണ്, സഫിക്സ് എന്താണ്, പിന്നെ വേർഡ് റൂട്ട് അല്ലെ, അബ്രീവിയേഷൻസ് ഇതൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സില് ഫസ്റ്റ് പേജില് മാർക്ക് ചെയ്തത് കിട്ടിയല്ലോ അല്ലെ? ഫസ്റ്റ് പേജ് പ്രിഫിക്സിൽ നമ്മൾ മാർക്ക് ചെയ്തത് 3, 6, 9, 13, 40, 70, 80 ഇത്രയും നമ്പേഴ്സ് ആണ് നമ്മൾ പ്രിഫിക്സിന്റെ ഫസ്റ്റ് പേജിൽ മാർക്ക് ചെയ്തത് കേട്ടോ. സെക്കൻഡ് പേജ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളൂ, ഫുള്ളാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ 19 കഴിഞ്ഞിട്ട് 20ാമത്തെ നമ്പർ മിസ്സിംഗ് ആണ് കേട്ടോ. നിങ്ങളുടെ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ലാതെ അങ്ങനെ കിടക്കട്ടെ. നമ്മൾ മാർക്ക് ചെയ്യുമ്പോ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് വായിക്കാം. ബ്രാഡിങ് അല്ലെ? ബ്രാഡിങ് മീൻസ് എന്താണ്? ഡെൽ എന്നാണ് മീനിങ് അല്ലെ? ബ്രാഡിങ് ഇന്നലെ സുമാദേവി പറഞ്ഞിരുന്നു, ബ്രാഡി കാർഡിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, ബ്രാഡിങ് എന്താണ്? ഡെൽ അല്ലെ? മുഷിഞ്ഞ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ക്ഷീണിച്ച എന്നൊക്കെയുള്ള ഒരു മീനാണ്. അടുത്തതാണ് കാൽക്ക്. കാൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? സ്റ്റോൺ, ഹീൽ. നമ്മൾ പറയില്ലേ കാൽസ്യം റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണ് അല്ലെ? കാൽസിറ്റോണിൻ, കാൽസ്യം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഓക്കെ, മീനിങ് സ്റ്റോൺ, അതുപോലെ തന്നെ ഹീൽ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തതാണ് കാർഡിയോ. ഓ എന്ന വവ്വലാണ് സാധാരണയായിട്ട് ചേർക്കാറുള്ളത്. കാർഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാലോ, കാർഡിയോളജി എന്താണ്? ബിലോങ്ങിങ് ടു ഹാർട്ട് ആണ് അല്ലെ? ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. അടുത്തതാണ് സെഫാലോ. സെഫാലോ നമ്മള് EEG, ഇലക്ട്രോ എൻസെഫാലോഗ്രാം അല്ലെ? ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? സെഫാലോ, സെഫാലോ കോഡൽ എന്നൊക്കെ പറയുമ്പോൾ ഹെഡ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ബിലോങ്ങിങ് ടു ഹെഡ് ആണ്. ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ് എന്നല്ലേ പറയാം. സെഫാലോ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതിന് നമ്മൾ EEG എന്നാണ് പറയാ. അതിൽ ഈ എന്താണ്? ഇലക്ട്രോ എൻസെഫാലോ. സെഫാലോ എന്താണ്? ബിലോങ്ങിങ് ടു ഹെഡ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് സെറിബ്രോ. സെറിബ്രോ നമുക്കറിയാം, സെറിബ്രം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? നമ്മുടെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് അല്ലെ സെറിബ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെറിബ്രോ എന്താണ്? ബിലോങ്ങിങ് ടു ദ സെറിബ്രം, എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ അല്ലെ? നമ്മുടെ തലച്ചോറിന്റെ ഒരു ഭാഗമാണ് അല്ലെ? ഏറ്റവും വലിയ ഭാഗമാണ് എന്ത്? സെറിബ്രം എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ ചിന്ത, ഓർമ്മ അല്ലെ, അതുപോലെ നമ്മുടെ ബുദ്ധിശക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ തലച്ചോറിലെ ഏറ്റവും വലിയൊരു ഭാഗമാണ് അല്ലെ സെറിബ്രം എന്ന് പറയുന്നത്. അപ്പൊ സെറിബ്രോ ബിലോങ്ങിങ് ടു ദ സെറിബ്രം ഇസ് എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, അടുത്തതാണ് സെർവിക്. സെർവിക് നമ്മൾ സാധാരണ ചേർക്കുന്ന വവ്വലോയാണ്. നമ്മൾ പറഞ്ഞല്ലോ 99% മെഡിക്കൽ ടേംസുകൾ എടുക്കുകയാണെങ്കിൽ ഓ എന്ന വവ്വലാണ് ചേർക്കുന്നത് കേട്ടോ. അപൂർവമായിട്ട് മാത്രം I, E അങ്ങനെയുള്ള വവൽസുകളൊക്കെയാണ് കൂട്ടിച്ചേർക്കുന്നത് കേട്ടോ. അപ്പൊ സെർവിക്, സെർവിക്കോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ്? ബിലോങ്ങിങ് ടു ദ നെക്ക്,
ഓർ യൂട്രൈൻ സെർവിക്സ്. രണ്ട് ഇതിൽ പറയൂ കേട്ടോ. സെർവിക് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ നെക്ക് റീജിയൻ, ബാക്കിൽ നമ്മുടെ സ്പൈനൽ റീജിയൻ ആണ് കേട്ടോ. നെക്കിന്റെ ഭാഗം ഉണ്ടല്ലോ, അതിന് നമ്മൾ സെർവിക് എന്നാണ് പറയുക കേട്ടോ. ഇതാണ് സെർവിക്കൽ സ്പൈൻ എന്ന് പറയുന്നത്. സെർവിക്കൽ സ്പൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കഴുത്തിന്റെ ഈ നമ്മുടെ നെക്കിന്റെ റീജിയൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ സെർവിക് എന്നാണ് പറയുക കേട്ടോ. സെർവിക്കൽ സ്പൈൻ. ഓക്കെ. പിന്നെ മറ്റൊന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യൂട്രൈൻ സെർവിക്സ് ആണ്. യൂട്രൈൻ സെർവിക്സ് അതായത് നമ്മുടെ യൂട്രസിന്റെ യൂട്രസിന്റെ ലോവർ പാർട്ട് ഉണ്ടല്ലോ, സെർവിക്സ് എന്നാണ് ഇതിനെ പറയുക കേട്ടോ. ഈ ഡെലിവറി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവർ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് സെർവിക്സ് എന്ന് കേൾക്കാറുണ്ട് അല്ലെ. ഓക്കെ, അതെന്താണ്? ഇറ്റ് ഇസ് ദ ലോവർ പാർട്ട് ഓഫ് ദ യൂട്രസ് ആണ് കേട്ടോ. യൂട്രസിന്റെ താഴ്ഭാഗമാണ്, അതിന്റെ സെർവിക്സ് എന്നാണ് പറയാ. അത് കൂടാതെ നമ്മുടെ നെക്ക് റീജിയൻ കേട്ടോ, നെക്ക് നമ്മുടെ സ്പൈൻ ഈ സ്പൈനൽ സെർവിക്സ് കേട്ടോ, സെർവിക്കൽ സ്പൈൻ, നമ്മുടെ നെക്കിന്റെ റീജിയനെ നമ്മൾ സെർവിക് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, അപ്പൊ സെർവിക്കൽ എന്താണ്? ബിലോങ്ങിങ് ടു ദ നെക്ക് ഓർ യൂട്രൈൻ സെർവിക്സ്. അടുത്തതാണ് കൊളെ. കൊളെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താണ്? കൊളസ്ട്രോൾ ആണ് അല്ലെ. ഓക്കെ, കൊളസ്ട്രോൾ അല്ലെ. കൊളെ മീൻസ് എന്താണ്? ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗോൾ അല്ലെ. ബൈൽ എന്താണ്? പിത്തരസമാണ് അല്ലെ. ലിവർ ഉത്പാദിപ്പിക്കുന്നതാണ് എന്ത്? ബൈൽ, പിത്തരസം അല്ലെ. സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാ? ഗോൾ ബ്ലാഡറിനകത്താണ് അല്ലെ. ലിവർ ഉത്പാദിപ്പിക്കുന്ന ആ ഒരു ബൈൽ, പിത്തരസം, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആ ലിവറിന്റെ താഴെയുള്ള ഒരാളുണ്ട്, ഗോൾ ബ്ലാഡർ, അവിടെയാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പൊ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇറ്റ് ഈസ് എ കൊളെ, ദാറ്റ് ഈസ് എന്താണ്? ടൈപ്പ് ഓഫ് ഫാറ്റ് ആണ് അല്ലെ. ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ബൈൽ അല്ലെ. ബൈൽ എന്ന് പറഞ്ഞ പിത്തരസമാണ്, അതിനകത്ത് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാറ്റ് ആണ് അല്ലെ. കൊളസ്ട്രോൾ, കൊളെ, കൊളസ്ട്രോൾ അല്ലെ. ഓക്കെ, ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗോൾ. ഓക്കെ, അടുത്തത് കോൺട്രോ. കോൺട്രോ നമ്മൾ കോൺട്രോ എന്നൊക്കെ പറയും കേട്ടോ. കോൺട്രോ മീൻസ് ബിലോങ്ങിങ് ടു കാർട്ടിലേജ് ആണ് കേട്ടോ. കാർട്ടിലേജ് എന്നൊക്കെ പറയുന്നത് പറയും തരുണാസ്ഥികള്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇത് കോൺട്രോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ റിബ്സിന്റെ ഒക്കെ ഒരു ഭാഗം ഉണ്ടല്ലോ, തരുണാസ്ഥികൾ എന്നുള്ള ഇതാണ് കേട്ടോ. ബിലോങ്ങിങ് ടു കാർട്ടിലേജ്. അടുത്തതാണ് സർക്കം. സർക്കം എന്താണ് മീനിങ്? ഓൺ ഓൾ സൈഡ്സ്, ഓൺ ഓൾ സൈഡ്സ്, എല്ലാ സൈഡ്സും, എബൌട്ട് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. നമ്മള് മെഡിക്കൽ ടൈമിലല്ല, നമ്മള് മാത്സിൽ പറയില്ലേ സർക്കംഫറൻസ് എന്ന് പറയാറുണ്ട് അല്ലെ. സർക്കംഫറൻസ് എന്ന് പറയാറില്ലേ? ചുറ്റളവ് ഇല്ലേ? എങ്ങനെയാണ്? ചുറ്റുള്ള അളവിനെയല്ലേ നമ്മൾ പറയുന്നത്? ഓൺ ഓൾ സൈഡ്സ് അല്ലേ. ഓക്കെ, അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. സർക്കം, ഓൺ ഓൾ സൈഡ്സ്, എബൌട്ട് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് കോൺട്രാ. കോൺട്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? എഗെയിൻസ്റ്റ്, ഓപ്പോസിറ്റ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. എഗെയിൻസ്റ്റ് ആയിട്ട്, വിപരീതമായിട്ടുള്ളത്, ഓപ്പോസിറ്റ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഗർഭനിരോധന മരുന്നുകൾ അല്ലെ. ഗർഭനിരോധന ഗുളികകൾ നമ്മൾ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്നാണ് പറയാ. അപ്പൊ കോൺട്രാ മീൻസ് എന്താണ്? എഗെയിൻസ്റ്റ്, ഗർഭനിരോധനമാണ് അല്ലെ. എഗെയിൻസ്റ്റ് ഓർക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഓപ്പോസിറ്റ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അഗെയിൻസ്റ്റ് അഥവാ ഓപ്പോസിറ്റ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ്. കോസ്റ്റോ, ഓ എന്ന വവ്വലാണ് സാധാരണയായിട്ട് നമ്മൾ ആഡ് ചെയ്തത്. ബിലോങ്ങിങ് ടു എ റിബ്, വാരിയെല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്നൊക്കെ പറയാറുണ്ട്. കോസ്റ്റോ കോൺട്രൈറ്റിസ് അതായത് നമ്മുടെ ഈ റിബ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഈ നെഞ്ചിന്റെ ചെസ്റ്റിന്റെ ഭാഗത്ത് റിബ്സിൽ വരുന്ന പ്രത്യേകതരം ആ ഒരു എന്താ പറയാ, ഇൻഫ്ലമേഷൻ അല്ലാതെ ഇങ്ങനെ വലുതാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പരസ്പരം അടുക്കുമ്പോ ഇവിടെ നാരോ. ഓക്കെ, അപ്പൊ അതിനൊക്കെ നമ്മൾ കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്നൊക്കെയാണ് പറയുക. കോൺട്രൈറ്റിസ് നേരത്തെ പറഞ്ഞല്ലോ. കോസ്റ്റോ ഓർത്താൽ മതി. ബിലോങ്ങിങ് ടു എ റിബ് ആണ് കേട്ടോ, വാരിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തതാണ് സയാനോ. സയാനോ എന്താണ്? ബ്ലൂ എന്നാണ് മീനിങ് കേട്ടോ. ബ്ലൂ. സയാനോസിസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? സയാനോസിസ് അതായത് നമ്മുടെ ശരീരത്തിന് ഈ പറയുന്ന ഓക്സിജന്റെ സപ്ലൈ വല്ലാതെ കുറഞ്ഞു പോകുമ്പോൾ ഈ COPD ഒക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്ന അസുഖം. അപ്പൊ അത്തരം അസുഖങ്ങൾ ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് എന്തായിരിക്കും? ഓക്സിജൻ ലെവല് ഭയങ്കരമായിട്ട് ശരീരത്തിൽ കുറഞ്ഞു പോകും. അപ്പൊ ഓക്സിജൻ സപ്ലൈ കുറയുമ്പോൾ അതിന് സുമതിവേദ ഞാൻ പറഞ്ഞു സയാനോസിസ്. ഓക്സിജന്റെ സപ്ലൈ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഒരു ബ്ലൂയിഷ് കളറിലോട്ട് മാറാൻ തുടങ്ങും. പക്ഷെ വേണ്ടത്ര ഓക്സിജൻ സപ്ലൈ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ എത്താത്തത് മൂലം എന്തുണ്ടാവും? ഓക്സിജൻ ഡെഫിഷ്യൻസി മൂലം ഈ പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ കളർ ഒരു ബ്ലൂയിഷ് കളറിലോട്ട് മാറാനായിട്ട് തുടങ്ങും. നമ്മൾ സയാനോസിസ് എന്നാണ് അതിന് പറയാ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സയാനോ അതിന്റെ മീനിങ് ബ്ലൂ എന്നാണ് കേട്ടോ. ബ്ലൂ എന്നാണ് കേട്ടോ. ഓക്കെ, അതുപോലെ നമ്മള്
ഫിസിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? സെക്കൻഡറി കളേഴ്സ്. അതിനകത്തൊരു കളറുണ്ട് സയൻ എന്ന് പറഞ്ഞൊരു കളറുണ്ട് അല്ലെ? ഒരു പച്ചയും മഞ്ഞയും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു കളർ കിട്ടുന്നു സയൻ. അതൊരു തരം ബ്ലൂ കളറാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ബ്ലൂ എന്നാണ്. അടുത്തതാണ് സിസ്റ്റോ. എന്താണ് സിസ്റ്റോ? സിസ്റ്റോ മീൻസ് റിലേറ്റിംഗ് ദ ബ്ലാഡർ ആണ് കേട്ടോ. ബ്ലാഡർ മീൻസ് യൂറിനറി ബ്ലാഡർ കേട്ടോ. ഓക്കെ, സിസ്റ്റോ അതിനൊരു പറയും സിസ്റ്റോസ്കോപ്പി എന്നൊക്കെ പറയും. സിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ആണ് കേട്ടോ. ഒരു പ്രൊസീജിയർ ആണ് ഈ പറയുന്ന പോലത്തെ ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് കേട്ടോ. അത് എക്സാമിനിങ് ഇൻസൈഡ് ഓഫ് ദ എന്താണ് ഈ പറയുന്ന ബ്ലാഡർ. ഓക്കെ, ബ്ലാഡറിന്റെ അകത്തുള്ള ഭാഗങ്ങളൊക്കെ എക്സാമിൻ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. സിസ്റ്റോസ്കോപ്പി എന്നാണ് പറയുക കേട്ടോ. അപ്പൊ സിസ്റ്റോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ദ ബ്ലാഡർ ആണ് കേട്ടോ. ബ്ലാഡറുമായിട്ട് യൂറിനറി ബ്ലാഡർ ഉണ്ടല്ലോ, ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ സിസ്റ്റോ. അതുപോലെ അടുത്തതാണ് സൈറ്റോ. സൈറ്റോ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ലബോറട്ടറിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സൈറ്റോളജി പഠിച്ചിട്ടില്ലേ? സൈറ്റോ എന്താണ്? റിലേറ്റിംഗ് ടു വാട്ട്? സെല്ലാണ് അല്ലെ? കോശവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ സൈറ്റോളജി എന്നല്ലേ നമ്മൾ അതിനെ പറയാം. ഓക്കെ, സൈറ്റോ എന്താണ്? റിലേറ്റിംഗ് ടു എ സെല്ല് അല്ലെ? കോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തതാണ് ഡി. DED അല്ലെ? എന്താണ്? ഡൗൺ ഫ്രം അല്ലെ? എന്താണ്? ഡൗൺ ഫ്രം എന്നാണ് കേട്ടോ. താഴേക്ക് നമ്മൾ പറയാം ഡീഗ്രേഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? പൊതുവെ വായിക്കാം ഡീഗ്രേഡ് ചെയ്യാം അല്ലെ? ഡീഗ്രേഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡീഗ്രേഡ് ചെയ്ത് കാണിക്കുക അല്ലെ? ഡീഗ്രേഡ് ചെയ്ത് കാണിക്കുക എന്ന് വെച്ചാൽ ഡൗൺ ഫ്രം ആണ് അല്ലെ? താഴോട്ട് അല്ലെ? ആ ഒരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ, ഡീഗ്രേഡ് എന്ന് പറഞ്ഞത് മെഡിക്കൽ ടേം ആയിട്ട് പറഞ്ഞല്ല, കോമൺ വേർഡ്സ് ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഡെർമാറ്റോ. ഡെർമാറ്റോ നിങ്ങൾക്ക് അറിയാലോ. ഡെർമറ്റോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിലേറ്റിംഗ് ടു ദ സ്കിൻ ആണ് അല്ലെ? സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് അല്ലെ? ഡെർമാറ്റോ, ഡെർമറ്റോളജി അല്ലെ? ഓക്കെ, അടുത്തത് ഡൈ. ഡൈ അറിയാലോ. ഡൈ മീൻസ് എന്താണ്? ടു ടൈംസ് അല്ലെ? ഡബിൾ എന്നൊക്കെയുള്ള മീനിങ് ആണ് അല്ലെ? ടു ടൈംസ് ഡബിൾ എന്നുള്ള മീനിങ് ആണ്. അടുത്തത് ഡയ. DIA ഡയ. ഡയ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഡയാലിസിസ് അല്ലെ? ഡയാലിസിസ് എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡയേറിയ അല്ലെ? ഡയേറിയ അല്ലെ? ഓക്കെ, ഇപ്പൊ ഡയ എന്താണ് മീനിങ്? ത്രൂ, കംപ്ലീറ്റ്ലി എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ത്രൂ അഥവാ കംപ്ലീറ്റ്ലി എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്. ഡിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡിസ്ഫങ്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ് മീൻസ് ടഫ് അല്ലെ? അഗനൈസിങ്. അഗനൈസിങ് എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അബ്നോർമൽ ആയിട്ട് നമ്മൾ പറയാം ഡിസ്ഫങ്ഷൻ. ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാൽ ഫങ്ഷൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ? അബ്നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻ. നോർമൽ അല്ല, അബ്നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻ അല്ലെ? നമ്മള് ഡിസ്ഫങ്ഷണൽ എന്നൊക്കെയാണ് പറയുന്നത്. ഡിസ് എന്ന് പറയുമ്പോൾ ടഫ്, അഗനൈസിങ്, അബ്നോർമൽ. അടുത്തത് എക്ടോ. എക്ടോ എന്ന് പറയുന്നത് എന്താണ്? എക്ടോ മീൻസ് ഔട്ട് ഫ്രം, ഔട്ട്സൈഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. എക്ടോ എന്താണ്? ഔട്ട് ഫ്രം, ഔട്ട്സൈഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. എക്ടോപിക് പ്രഗ്നൻസി അതായത് യൂട്രസിനകത്ത് ഫാലോപ്പിയൻ ട്യൂബിലൊക്കെ പ്രഗ്നൻസി വരുന്ന ഒരു അവസ്ഥ. അതെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ യൂട്രസ് അല്ലേ? യൂട്രസിന്റെ പുറത്താണ്. ഓക്കെ, ഫാലോപ്പിയൻ ട്യൂബില് ആണ് എന്താകുന്നത്? പ്രഗ്നൻസി വരുന്നത്. ഓക്കെ, ആ ഒരു രീതി എക്ടോപിക് പ്രഗ്നൻസി എന്നൊക്കെയാണ് അതിനെ പറയാം. ദാറ്റ് മീൻസ് പ്രഗ്നൻസി ഇൻസൈഡ് ഫാലോപ്പിയൻ ട്യൂബിലൊക്കെ പ്രഗ്നൻസി വരുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ്? ഔട്ട്സൈഡ് ദ യൂട്രസ് ആണ് അല്ലെ? സോ ഔട്ട് ഫ്രം എക്ടോ. ഓക്കെ, എക്ടോപിക് പ്രഗ്നൻസി എന്നൊക്കെ പറയാറുണ്ട്. എക്ടോ, ഔട്ട് ഫ്രം. ഇലക്ട്രോ. ഇലക്ട്രോ എന്താണ്? നമുക്കറിയാവുന്ന വാക്കാണ് അല്ലെ? ഇലക്ട്രോ കാർഡിയോഗ്രാം, ഇലക്ട്രോ എൻസെഫാലോഗ്രാം അല്ലെ? ഇലക്ട്രോ റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി. നമ്മൾ ECG പഠിച്ചിട്ടില്ലേ? ഇലക്ട്രോ കാർഡിയോഗ്രാം എന്താ ചെയ്യുന്നത്? നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റികളാണ് അവിടെ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ? അതുപോലെ ഇലക്ട്രോ എൻസെഫാലോഗ്രാം എന്ന് പറയുന്നത് എന്താ? ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റികളാണ് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇലക്ട്രോ അറിയാലോ, റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി. എൻഡോ. എൻഡോ എന്താണ്? ഇൻസൈഡ്. എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ യൂട്രസിനകത്തുള്ള ആ ഒരു ഉള്ളിലത്തെ ലെയർ അല്ലെ? ഇൻസൈഡ് അല്ലെ? ഇൻസൈഡ് ലെയർ അല്ലെ? ഉള്ളിലുള്ള ഭാഗം അല്ലെ? എൻഡോമെട്രിയം. എൻഡോ അല്ലെ? ഇൻസൈഡ്. ഓക്കെ, എൻറ്ററോ. എൻറ്ററോ. എൻറ്ററോ എന്ന് കേട്ടാൽ എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? റിലേറ്റിംഗ് ടു ദ ഇൻറ്റസ്റ്റൈൻസ് അല്ലെ? കുടലുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗൈസ്ട്രോ എൻറ്ററോളജി അല്ലെ? ഗൈസ്ട്രോ എൻറ്ററോളജി. എൻറ്ററോളജി എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഭാഗങ്ങൾ വന്നിരുന്നു?
ഏതൊക്കെ ഭാഗങ്ങൾ വന്നിട്ടുണ്ട്? കോളൻ അല്ലെ, റെക്ടം ഇതൊക്കെ വന്നില്ലേ? അതുപോലെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അല്ലെ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ ഭാഗങ്ങളാണ് അല്ലെ, കോളം, കോളൻ, റെക്ടം ഒക്കെയുള്ള ഭാഗങ്ങൾ അല്ലെ. അപ്പൊ എന്താണ്? എന്ററോ, ദാറ്റ് മീൻസ് റിലേറ്റിംഗ് ടു ദ ഇൻറ്റെസ്റ്റൈൻസ് അല്ലെ, കുടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തതാണ് എപ്പി. എപ്പി മീൻസ് അപ്പോൺ, ഓൺ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് കേട്ടോ. എപ്പിഡ്യൂറൽ സ്പേസ് എന്നൊക്കെ പറയും. എപ്പിഡ്യൂറൽ സ്പേസ് അതായത് നമ്മുടെ എന്താണ്, സ്പൈനിന്റെ ആ ഒരു ഏരിയ ആണ് കേട്ടോ. സ്പൈൻ മീൻസ് നമ്മുടെ ഈ ഇതൊക്കെ ചെയ്യില്ലേ, സിസേറിയൻ സെക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എവിടേക്കാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്? എപ്പിഡ്യൂറൽ സ്പേസിലോട്ടാണ്. നട്ടെല്ലുണ്ടല്ലോ, സ്പൈനിന്റെ ഭാഗമാണ്. ആ നട്ടെല്ലിന്റെ ഭാഗത്തുള്ള സ്പേസ് കേട്ടോ, ആ സ്പൈനിന്റെ അറൌണ്ട് ഉള്ള സ്പേസ് ആണ്. അതിന് നമ്മൾ എപ്പിഡ്യൂറൽ സ്പേസ്, അവിടേക്കാണ് ഈ സിസേറിയൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ നട്ടെല്ലിന്റെ ഭാഗത്ത്. ഓക്കെ, എപ്പിഡ്യൂറൽ സ്പേസിലോട്ടാണ് ഇൻഫ്യൂസ് ചെയ്യുന്നത് അല്ലെ. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് എപ്പിലെപ്സി കേട്ടിട്ടില്ലേ? എപ്പിലെപ്സി, അപസ്മാരം. അപസ്മാര രോഗത്തിന് നമ്മൾ എപ്പിലെപ്സി എന്നാണ് പറയാ അല്ലെ. ഓക്കെ, എപ്പി മീൻസ് അപ്പോൺ, ഓൺ എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോ ആ പേജിനകത്ത് 19 തൊട്ട് 42 വരെയാണ് കേട്ടോ. അതിനകത്ത് 20 മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോളൂ. 28 മാർക്ക് ചെയ്യുക കേട്ടോ. 28 ഏതായിരുന്നു? കോൺട്രാ, എഗെയിൻസ്റ്റ്, ഓപ്പോസിറ്റ്. നമ്മൾ പറഞ്ഞല്ലോ കോൺട്രാസെപ്റ്റീവ് പില്ല് അല്ലെ, പറഞ്ഞിരുന്നു. കോൺട്രാ മാർക്ക് ചെയ്യുക കേട്ടോ. 28. ദെൻ 31 മാർക്ക് ചെയ്തോളൂ. സിസ്റ്റോ, സിസ്റ്റോ എന്ന വാക്കാണ് കേട്ടോ. ഓക്കെ, എന്തായിരുന്നു? റിലേറ്റിംഗ് ദ ബ്ലാഡർ. ദെൻ 32 മാർക്ക് ചെയ്യുക കേട്ടോ. 32 സൈറ്റോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദെൻ 34 ഡെർമാറ്റോ മാർക്ക് ചെയ്യുക. 34. ദെൻ 39 ഇലക്ട്രോ മാർക്ക് ചെയ്യുക കേട്ടോ. 39. ദെൻ 41 എൻറ്ററോ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പുതിയതായിട്ട് പഠിച്ചതല്ല, എല്ലാം അറിയാവുന്നതാണ്. അപ്പൊ ഇതോടെ നമ്പേഴ്സ് പറയാണ്: 28, 31, 32, 34, 39, 41. കിട്ടിയോ നമ്പേഴ്സ്? മാർക്ക് ചെയ്ത് വെച്ചോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് കിടക്കാം കേട്ടോ. നെക്സ്റ്റ് പേജിലോട്ട് നോക്കാം. നെക്സ്റ്റ് പേജില് നമുക്ക് 43 തൊട്ടാണ് കേട്ടോ, 43 തൊട്ട് 65 വരെയുള്ള പ്രിഫിക്സസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, വായിക്കാം. ഫസ്റ്റ് വൺ വരുന്നത് എറിത്രോ. ഓ എന്ന വവലാണ് സാധാരണയായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. എറിത്രോ, എറിത്രോസൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? എറിത്രോ മീൻസ് റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ് ഓർ ടു എറിത്രോസൈറ്റ് കേട്ടോ. റെഡുമായിട്ട് ബന്ധപ്പെട്ടത് എറിത്രോസൈറ്റ്. നമ്മൾ RBC ഉണ്ടല്ലോ, റെഡ് ബ്ലഡ് സെൽ, അതിന്റെ സയന്റിഫിക് നെയിം ആണ് കേട്ടോ. എറിത്രോസൈറ്റ് എന്നാണ് അതിനെ പറയാ കേട്ടോ. എറിത്രോസൈറ്റ്, RBC ചുവന്ന രക്താണുക്കള് അല്ലെ, അരുണ രക്താണുക്കള്, റെഡ് കളർ അല്ലെ, റെഡ്, എനിത്തിങ് റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ് ഓർ എറിത്രോസൈറ്റ്. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുകയാണ് സയന്റിഫിക് നെയിം ഓഫ് RBC. RBCയുടെ സയന്റിഫിക് നെയിം എന്താണ്? ഏതാണ്? എറിത്രോസൈറ്റ് എന്നാണ് കേട്ടോ, എറിത്രോസൈറ്റ്. അടുത്തതാണ് EU. EU എന്ന് പറഞ്ഞാൽ ക്വൈറ്റ്, ഗുഡ്, യൂഷ്വൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെയാണ് അത് സൂചിപ്പിക്കുന്നത് കേട്ടോ. ക്വൈറ്റ് അഥവാ ഗുഡ് അല്ലെങ്കിൽ യൂഷ്വൽ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മള് യൂഫോറിക് എന്നൊക്കെ പറയും. യൂഫോറിക് ഇഫക്റ്റ്.
യൂഫോറിക്. യൂഫോറിക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതായത് നമ്മൾ വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ ക്വൈറ്റ് ആയിട്ടുള്ള, വളരെ എന്താ പറയാ ഗുഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണത്. യൂഫോറിക് എന്നൊക്കെ നമ്മൾ പറയാം. നിങ്ങള് ഇനി 3rd മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്, അതല്ല 4th മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. നിങ്ങൾ ഒരു ചിരിപ്പിക്കുന്ന വാതകത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ലാഫിംഗ് ഗ്യാസ്, നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് കേട്ടോ. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നൊരു ലാഫിംഗ് ഗ്യാസ് ഉണ്ട്. അതിനെ ലാഫിംഗ് ഗ്യാസ് എന്നാണ് നമ്മൾ പറയാ. അപ്പൊ അത് എന്തുകൊണ്ട് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടാൻ കാരണം എന്താണെന്ന് അറിയാമോ? ആ ഒരു നൈട്രസ് ഓക്സൈഡ് നമുക്ക് ശ്വസിക്കുമ്പോൾ ഒരു യൂഫോറിക് ഇഫക്റ്റ് ഉണ്ടാവുന്നുണ്ട് അവിടെ. യൂഫോറിക് മീൻസ് വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ എന്താ പറയാ വളരെ ഗുഡ് ആയിട്ടുള്ള നല്ലൊരു പ്ലസന്റ് ഫീലിംഗ് ആണ് നമുക്ക് അതിലൂടെ ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ യു എന്ന് പറഞ്ഞാൽ ക്വൈറ്റ്, ഗുഡ്, യൂഷ്വൽ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് എക്സോ. എക്സോ എക്സോ എന്ന് പറയുമ്പോൾ എന്താ? എക്സോ മീൻസ് എക്സ്റ്റീരിയർ അല്ലെ, പുറത്ത് അല്ലെ, പുറം ഭാഗം, എക്സ്റ്റീരിയർ. ഓക്കെ, അടുത്തത് എക്സ്ട്രാ. എക്സ്ട്രാ അറിയാലോ എന്താണ്? എക്സ്റ്റീരിയർ എന്നുള്ള മീനിങ് ഉണ്ട്. ഇൻ അഡീഷൻ, എക്സ്ട്രാ എന്നൊക്കെ പറയുമ്പോൾ ഇൻ അഡീഷൻ. ഓക്കെ, ദെൻ ഗൈസ്ട്രോ. ഗൈസ്ട്രോ, ഗൈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വാക്കാണ് അല്ലെ. അത് എന്താണത്? സ്റ്റൊമക്ക് ആണ്. ഓക്കെ, നമുക്കറിയാലോ ഗൈസ്ട്രോ എന്ററോളജി, ഗൈസ്ട്രോളജി, ഗൈസ്ട്രിക് പ്രോബ്ലം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? സ്റ്റൊമക്ക് അല്ലെ, സ്റ്റൊമക്ക് സംബന്ധമായിട്ടുള്ള, ഡൈജഷൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ആണ് അല്ലെ. സോ റിലേറ്റഡ് ടു ദ സ്റ്റൊമക്ക്. അടുത്തതാണ് ഗ്ലൈക്കോ. ഗ്ലൈക്കോ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ എന്നല്ലേ പറയാം. ഓക്കെ, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്നത് അല്ലെ. ഷുഗർ. ഓക്കെ, എന്താണ്? ഷുഗർ കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഗൈനക്. ഗൈനക് അറിയാലോ എല്ലാവർക്കും, ഗൈനക്കോളജി അല്ലെ. റിലേറ്റിംഗ് ടു ഫീമെയിൽസ് ഓർ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെ. റിലേറ്റിംഗ് ടു ഫീമെയിൽസ് ഓർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. നെക്സ്റ്റ് വരുന്നതാണ് ഹെമിറ്റോ. ഹീം. ഹെമിറ്റോ, ഹീം എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിലേറ്റിംഗ് ടു ബ്ലഡ് അല്ലെ, ബ്ലഡുമായിട്ട്. ഹെമറ്റോളജി അല്ലെ, ഹീം എന്നൊക്കെ പറയുമ്പോൾ ബ്ലഡ് ആണ്. ഓക്കെ, ഹെമി എന്താണ്? ഹെമി ഹാഫ്. ഹെമി എന്ന് പറയുമ്പോൾ ഹാഫ്. നമ്മള് ജിയോഗ്രഫിയിലൊക്കെ പറയില്ലേ ഹെമിസ്ഫിയർ അല്ലെ, അങ്ങനെ പറയാറുണ്ട്. നമ്മള് നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ എന്നല്ലേ പറയാം. അതാണ് ഉത്തരാർദ്ധഗോളം, ദക്ഷിണാർദ്ധഗോളം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല, അർത്ഥം അല്ലെ, പകുതി അല്ലെ. ഓക്കെ, ഹെമി എന്താണ്? ഹാഫ് അല്ലെ, ഹാഫ്. ഓക്കെ, അടുത്തത് ഹിമോ. ഹിമോ നേരത്തെ പറഞ്ഞ പോലെ അതേ മീനിങ് ആണ്. ഹെമിറ്റോ, ഹിമോ അല്ലെ. മെറ്റോളജി എന്നൊക്കെ പറയുന്നത് എന്താണ്? റിലേറ്റിംഗ് ടു ബ്ലഡ് ആണ്. ഓക്കെ, ദെൻ ഹെപ്പാറ്റ്. ഹെപ്പാറ്റ് ഒരു ഗ്രീക്ക് വേർഡ് ആണ്. എന്താണ്? ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ലിവർ. ഹെപ്പറ്റോളജി, ഹെപ്പറ്റൈറ്റിസ് അല്ലെ. ഓക്കെ, അതെന്താണ്? റിലേറ്റിംഗ് ടു ലിവർ. അടുത്തത് ഹെക്ടർ. ഹെക്ടർ എന്താണ്? അതർ, ബാരിയേഴ്സ് അല്ലെ. ഹെക്ടർ എന്താണ്? അതർ അഥവാ ബാരിയേഴ്സ്. അടുത്തത് ഹോം. ഹോം എന്താണ്? ഐഡന്റിക്കൽ എന്ന് പറയുന്നത്. ഹോമോലോഗസ്. ഹോമോലോഗസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരേപോലെയുള്ള, ഹോമോലോഗസ് സീരീസ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഒരേപോലെയുള്ള ശ്രേണി അല്ലെ, അതിനൊക്കെ ഒരേപോലെ ഐഡന്റിക്കൽ ആയിട്ടുള്ളത് അല്ലെ. ഓക്കെ, ഐഡന്റിക്കൽ ആണ് ഹോം. അടുത്തത് ഹൈഡ്രോ. ഹൈഡ്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ ഹൈഡ്രോളജി അല്ലെ. ഹൈഡ്ര എന്നൊക്കെ പറയുമ്പോൾ ഹൈഡ്രോ എന്താണ്? വാട്ടർ അല്ലെ, വാട്ടറുമായിട്ട്. ഹൈഡ്രോഫോബിയ അല്ലെ, വെള്ളത്തിനോടുള്ള പേടി അല്ലെ. ഓക്കെ, ഹൈഡ്രോ എന്താണ്? വാട്ടർ. ഓക്കെ, ഹൈപ്പർ നമ്മൾ പറഞ്ഞിരുന്നു. ഏതിന്റെ കൂടെയും ഹൈപ്പർ എന്ന് ചേർത്താൽ, ഹൈപ്പർ എപ്പോഴും ഹൈ ലെവലിനെയാണ്, ഹൈപ്പോ സൂചിപ്പിക്കുന്നത് ലോ ലെവലിനെയാണ് അല്ലെ. അപ്പൊ ഹൈപ്പർ എന്താണ്? ഓവർ അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂവസ് അല്ലെ, ഓവർ ആയിട്ട്, സൂപ്പർ ഫ്ലൂവസ് ആയിട്ട് അല്ലെ. ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതുപോലെ അടുത്തത് നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോ. ഹൈപ്പോ എന്താണ്? അണ്ടർ, ഇൻസഫിഷ്യന്റ് അല്ലെ, ലോ ലെവൽ ആണ് അല്ലെ. ഹൈപ്പോ ടെൻഷൻ, ലോ ബ്ലഡ് പ്രഷർ ആണ്. ഹൈപ്പോ തൈറോയിഡിസം അല്ലെ. ഓക്കെ, അതെന്താണ്? അണ്ടർ അഥവാ ഇൻസഫിഷ്യന്റ്. അടുത്തതാണ് ഹിസ്റ്റർ. ഹിസ്റ്റർ എന്താണ്? റിലേറ്റിംഗ് ടു ദ യൂട്രസ് ആണ് കേട്ടോ. ഇതാണ് റിലേറ്റിംഗ് ടു ദ യൂട്രസ്. നമ്മള് ഹിസ്റ്റീരിയോക്ടമി എന്ന് പറയും. ഹിസ്റ്റീരിയോക്ടമി എന്താണെന്നറിയോ? സർജിക്കൽ റിമൂവൽ ഓഫ് യൂട്രസ് ആണ്. യൂട്രസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറിനെ നമ്മൾ ഹിസ്റ്റീരിയോക്ടമി എന്നാണ് പറയാ. ഹിസ്റ്റർ. ഓക്കെ, ഹിസ്റ്റീരിയോ എന്നൊക്കെ പറയുമ്പോൾ റിലേറ്റിംഗ് ടു ദ യൂട്രസ് ആണ് കേട്ടോ. ഓക്കെ, യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഇൻഫ്ര. ഇൻഫ്ര എന്താണ്? ബെനിത്ത്, താഴെ, അണ്ടർ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഫർദർ ഓൺ. നമ്മൾ ഇൻഫ്രാസോണിക് എന്നൊക്കെ പറയില്ലേ. ഇൻഫ്രാസോണിക് അതായത് നമുക്ക് നമ്മുടെ ഓഡിബിൾ സൗണ്ടിനേക്കാളും
തൊട്ട് താഴെ കിടക്കുന്നതാണ് അതിന്റെ ബെനിത്ത്. അതിന്റെ താഴെയായിട്ട് വരുന്നത് നമ്മൾ ഇൻഫ്രാസോണിക് അല്ലെ. അതുപോലെ നമ്മൾ അൾട്രാസോണിക് നമുക്കൊരു ഓഡിബിൾ സൗണ്ട് ഉണ്ടല്ലോ. 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അല്ലെ. ആ ഒരു അതാണ് നമ്മുടെ ഓഡിബിൾ ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് താഴെ അതായത് 20 ഹെഡ്സിനൊക്കെ താഴെയുള്ള എന്താണ് നമ്മൾ വേർഡ്സിനെ നമ്മൾ ഇൻഫ്രാസോണിക് എന്നാണ് പറയാ അല്ലെ. ഇൻഫ്ര എന്ന് പറയുമ്പോൾ അതിന് താഴെ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, ബെനിത്ത്, ഫർദർ. അടുത്തത് ഇന്റർ. ഇന്റർ എന്താണ്? ബിറ്റ്വീൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇൻ ദ മിഡിൽ ഓഫ്, ഇന്റർമീഡിയേറ്റ് അല്ലെ. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അല്ലെ, ഇന്റർമീഡിയേറ്റ്, ഇൻ ദ മിഡിൽ ഓഫ്. അടുത്തത് ഇൻട്ര. ഇൻട്ര എന്താണ്? ഇൻസൈഡ്. ഇൻട്ര ഇൻസൈഡ് കേട്ടോ. ഓക്കെ, ഈ വാക്കുകൾ നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ പലപ്പോഴും പല സ്ഥലത്ത് നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻസ്, ഇൻട്രാപേഴ്സണൽ റിലേഷൻസ് അങ്ങനെയുള്ള വാക്കുകൾ കാണുമ്പോൾ എപ്പോഴും നമുക്കൊരു കൺഫ്യൂസ്ഡ് ആണ്. ചിലർക്ക് തോന്നും ഇന്റർ എന്ന് കേൾക്കുമ്പോൾ അകത്തേക്കല്ലേ എന്ന് തോന്നും. അല്ല, ഇന്റർ എന്ന് പറയുമ്പോൾ ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളാണ്. മനസ്സിലായി? ഇൻട്ര എന്ന് പറയുമ്പോഴാണ് എന്ത്? വിത്തിൻ ദ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പൊ ഇൻട്ര മാറിപ്പോകരുത് കേട്ടോ. ഇൻട്ര മീൻസ് ഇൻസൈഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇൻട്രാ കാർഡിയാക്ക്, ഓക്കെ, അല്ലെങ്കിൽ ഇൻട്രാസിയസ് അല്ലെ, ഇൻസൈഡ് ദ അല്ലെ, വിത്തിൻ ദ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഐസോ. ഐസോ എന്താണ് മീനിങ്? ഈക്വൽ. ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോണ് ഒക്കെ കേട്ടിട്ടില്ലേ? ഈക്വൽ ആയിട്ടുള്ള അല്ലെ. നമ്മൾ ഐസോടോപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഐസോടോപ്പ് അല്ലെ. ഐസോ മീൻസ് ഈക്വൽ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സെയിം ആയിട്ടുള്ളത് ഐസോ. അടുത്തതാണ് ലാറ്ററോ. ലാറ്ററോ മീൻസ് സൈഡ്. നമ്മൾ പറയും ലാറ്ററൽ സൈഡ്, ലാറ്ററൽ എൻട്രി എന്നൊക്കെ പറയുമ്പോൾ ഒരു സൈഡിലൂടെ എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഓക്കെ, അപ്പൊ ലാറ്ററോ. ഓക്കെ, ലാറ്ററാലിറ്റി എന്നൊക്കെ പറയും മെഡിക്കൽ ടേമിൽ. ലാറ്ററാലിറ്റി ദാറ്റ് മീൻസ് ഡൊമിനൻസ് ഓഫ് ദ വൺ സൈഡ്. ഏതെങ്കിലും ഒരു സൈഡിന് കൂടുതൽ ഡൊമിനൻസ് ഉണ്ടാവും, നമ്മൾ ലാറ്ററാലിറ്റി എന്നാണ് പറയുന്നത്. ലാറ്ററാലിറ്റി ഒരു സൈഡ് അല്ലെ, സൈഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദെൻ ല്യൂക്കോ. നമ്മൾ നേരത്തെ എറിത്രോ പഠിച്ചത് ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെയുള്ളതാണ് ല്യൂക്കോ. ല്യൂക്കോ എന്താണ്? റിലേറ്റിംഗ് ടു എനിത്തിങ് വൈറ്റ് ഓർ ടു ല്യൂക്കോസൈറ്റ്. ല്യൂക്കോസൈറ്റ് ആരാണ്? WBC ആണ് അല്ലെ. വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്, ശ്വേതരക്താണുക്കളാണ് അല്ലെ ല്യൂക്കോസൈറ്റ്. അപ്പൊ RBCയുടെ സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ്. ഓക്കെ, കറക്റ്റ് ആണ് അഞ്ജന. WBC അല്ലെ, വൈറ്റ് ബ്ലഡ് സെൽസിന് നമ്മൾ എന്താ പറയാ? ല്യൂക്കോസൈറ്റ് എന്നാണ് പറയാ കേട്ടോ. ല്യൂക്കോസൈറ്റ്. ലുക്കീമിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മളെ ലുക്കീമിയ എന്താ? ബ്ലഡ് ക്യാൻസർ. ഈ WBCയുടെ അളവ് ഭയങ്കരമായിട്ട് നമ്മുടെ ശ്വേതരക്താണുക്കൾ അല്ലെ, വെളുത്ത രക്താണുക്കള് അതിന്റെ അളവ് ബ്ലഡിനകത്ത് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് അല്ലെ ബ്ലഡ് ക്യാൻസർ. നമ്മൾ ലുക്കീമിയ എന്നാണ് പറയുക. ലുക്കോ അല്ലെ, ലുക്കോസൈറ്റ് കേട്ട WBC ആണ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ അതിനകത്ത് 43 തൊട്ട് 65 വരെയാണ്. നമ്പേഴ്സ് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്പേഴ്സ് 47 മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. 47 ഡൈസ്റ്റർ. അടുത്തത് 48 മാർക്ക് ചെയ്യാം, ഗ്ലൈക്കോ 48. 49 ഗൈനക്ക്. 50 മാർക്ക് ചെയ്തോളൂ, ഹെമിറ്റോ 50. ദെൻ അടുത്തത് 52 ഹീമോ എന്ന് പറയുന്നത് 52. 53 അടുത്തത് 56 56 ഹൈഡ്രോ. 57 ഹൈപ്പർ മാർക്ക് ചെയ്യാം. 58 ഹൈപ്പോ. Then 65 ലാസ്റ്റ് വൺ ല്യൂക്കോസൈറ്റ്. ഒന്നുകൂടെ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാണ്. 47, 48, 49, 50, 52, 53, 56, 57, 58, 65. ഇത്രയും നമ്പേഴ്സ് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് മിസ്സായവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം. ഒന്നുകൂടെ പറയണോ? ഓക്കെ.
48, 49, 50, 52, 53, 56, 57, 58, 65. കിട്ടിയോ? കിട്ടിയല്ലോ? ഇത്രയേ ഉള്ളൂ എന്നാ? ആ അതെ, ആ പേജിൽ അത്രയേ ഉള്ളൂ കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. ഒരുപാട് പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതായത് ക്ലാസ്സിൽ ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഓക്കെ, ഞാൻ വളരെ സാവധാനത്തിൽ ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്പർ നോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ കഴിഞ്ഞ പേജിൽ പറഞ്ഞത് 47, 48, 49, 50, 52, 53, 56, 57, 58, 65. ഇത്രയും നമ്പേഴ്സ് ആണ് മാർക്ക് ചെയ്തത് കേട്ടോ. '59 മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. 58 വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 65 ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് പേജിലോട്ട് പോവാം. നെക്സ്റ്റ് പേജില് 66 തൊട്ടാണ് കേട്ടോ. 66 തൊട്ട് 90 വരെയാണ് ആ പേജിനകത്തുള്ളത് കേട്ടോ. 66 തൊട്ട് 90 വരെയാണ് കേട്ടോ ആ പേജിനകത്തുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം വായിക്കാം എന്നിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വാക്ക് ലിത്തോ ആണ്. ലിത്തോ. ലിത്തോ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റിംഗ് ടു എ സ്റ്റോൺ. സ്റ്റോൺ നമ്മൾ പറയുന്നത് കല്ല്, ലിത്തോസ്റ്റമി എന്നൊക്കെ പറയും. അതായത് സർജിക്കൽ പ്രൊസീജിയർ ആണ് ടു റിമൂവ് ദ സ്റ്റോൺ. ഈ പറയുന്ന കിഡ്നി സ്റ്റോൺ, ബ്ലാഡറിലൊക്കെയുള്ള സ്റ്റോണുകളൊക്കെ, മൂത്രക്കല്ല് അല്ലെങ്കിൽ കിഡ്നിയിലൊക്കെ കല്ലുകളൊക്കെ വരില്ലേ, അതൊക്കെ റിമൂവ് ചെയ്യുന്ന ആ ഒരു സർജിക്കൽ പ്രൊസീജിയറിനെ നമ്മൾ ലിത്തോസ്റ്റമി എന്നാണ് പറയാ. അതുകൂടാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലിത്തോസ്ഫിയർ എന്നൊക്കെ നമ്മൾ പറയും. ലിത്തോസ്ഫിയർ അല്ലെ, ശിലാമണ്ഡലം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ. ലിത്തോസ്ഫിയർ, ശില അല്ലെ, സ്റ്റോൺ, അതിനെ കണക്ട് ചെയ്യാം കേട്ടോ. ലിത്തോസ്റ്റമി എന്ന് പറഞ്ഞ സർജിക്കൽ പ്രൊസീജിയർ ആണ് ടു റിമൂവ് ദ സ്റ്റോൺസ് ഇൻ കിഡ്നി അല്ലെങ്കിൽ ബ്ലാഡർ. അതിനെ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. റിലേറ്റിംഗ് ടു എ സ്റ്റോൺ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് മാക്രോ. മാക്രോ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഹ്യൂജ് ആണ് കേട്ടോ. ഹൈറ്റ് എന്നല്ല, ഹ്യൂജ് എന്നാണ് കേട്ടോ. HUGE ആണ് കേട്ടോ. ഹൈറ്റ് എന്നാണെങ്കിൽ തിരുത്തണം കേട്ടോ. വൈ ആണെങ്കിൽ നിങ്ങൾ തിരുത്തണം, അവിടെ യു ആക്കണം കേട്ടോ. ഹ്യൂജ്. മാക്രോസ്കോപ്പിക് എന്നൊക്കെ നമ്മൾ പറയുന്നത്. മാക്രോസ്കോപ്പിക് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഇമേജ് അല്ലേ, ഹ്യൂജ് ആയിട്ടുള്ള ഇമേജ് അല്ലേ. ഓക്കെ, അടുത്തത് മാൽ. മാൽ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് മാൽ പ്രാക്ടീസ്, മാൽ ഫങ്ഷൻ അല്ലെ, അങ്ങനെയൊക്കെ പറയാറില്ല. എന്താണ്? ബാഡ് ഓർ അൺയൂഷ്വൽ. ലാർജ് ആണുള്ളത്. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഹ്യൂജ് അല്ലെങ്കിൽ ലാർജ് കേട്ടോ, കുഴപ്പമില്ല. അത് സെയിം മീനിങ് ആണല്ലോ. ഹ്യൂജ് അല്ലെങ്കിൽ ലാർജ് കേട്ടോ. ഓക്കെ ആയാലും കുഴപ്പമില്ല, ലാർജ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ കിടക്കുന്നത് ഹൈറ്റ് എന്നാണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഹ്യൂജ് ആക്കാൻ പറയാം. ഹ്യൂജ് അല്ലെങ്കിൽ ലാർജ് കറക്റ്റ് ആണ്. മാക്രോസ്കോപ്പിക് ഇമേജ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, വലിയ ഇമേജിനെയൊക്കെ വലുതാക്കി കാണുന്നതിനെയൊക്കെ നമ്മൾ മാക്രോസ്കോപ്പിക് എന്നല്ലേ പറയുന്നത്. ഓക്കെ, അടുത്തതാണ് മാൽ. മാൽ എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ, മാൽ പ്രാക്ടീസ്, മാൽ ഫങ്ഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ബാഡ് ഓർ അൺയൂഷ്വൽ അല്ലെ, അസാധാരണമായിട്ടുള്ളത് അല്ലെ. മാൽ പ്രാക്ടീസ് നമ്മൾ തെറ്റായ പ്രവർത്തികൾ നമ്മൾ മാൽ പ്രാക്ടീസ് എന്നൊക്കെയല്ലേ പറയും, ബാഡ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ മെഡി. മെഡി എന്ന് പറയുമ്പോൾ മീഡിയം എന്ന് ഓർത്താൽ മതി. മിഡിൽ, മിഡിൽ അല്ലെ, മിഡിൽ എന്നാണ് കേട്ടോ. ഓക്കെ, മെഗാ. മെഗാ എന്താണ്? നമ്മൾ പലപ്പോഴും പറയാം മെഗാ മേള, മെഗാ സ്റ്റാർ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. എന്താണ്? ഹ്യൂജ് എന്നർത്ഥം അല്ലെ, ഹ്യൂജ്. ഓക്കെ, വലുത് അല്ലെ. അടുത്തത് മെലാൻ. മെലാൻ എന്താണ് മീനിങ്? ബ്ലാക്ക് എന്നാണ് കേട്ടോ. എന്താണ്?
ബ്ലാക്ക് ആണ്. മെലാൻ, ബ്ലാക്ക്. മെലാനിൻ എന്ന് കേട്ടിട്ടുണ്ടോ? മെലാനിൻ നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന ആ ഒരു പിഗ്മെന്റിനെ നമ്മള് മെലാൻ എന്നാണ് പറയാ. മെലാനിൻ ആണ് കേട്ടോ, മെലാനിൻ. അപ്പൊ നമ്മളുടെ മുഖത്തൊക്കെ കറുത്ത മറുത്തുകളൊക്കെ മെലാനിൻ കട്ട പിടിച്ചിട്ടാണെന്ന് പറയില്ലേ. ബ്ലാക്ക് കളറല്ലേ, മോൾസിനൊക്കെ ബ്ലാക്ക് കളറല്ലേ. അപ്പൊ പിന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ മെലാൻ എന്താണ്? ബ്ലാക്ക് ആണ് കേട്ടോ മീനിങ്. ഓക്കെ, അടുത്തത് മെനിഞ്ചോ. മെനിഞ്ചോ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റിംഗ് ടു എ മെംബ്രെയിൻ. മെനിഞ്ചസ് അല്ലെ, മെനിഞ്ചസ് ഏതാണ്? നമ്മുടെ ബ്രെയിനിനെ അല്ലെ, നമ്മുടെ സ്പൈനൽ ബ്രെയിനെ ഒക്കെ കവർ ചെയ്യുന്ന ഒരു സ്ഥലം, ഒരു മെംബ്രെയിൻ ആണ് അല്ലെ, മെനിഞ്ചസ് എന്നാണ് പറയാ അല്ലെ. ആ മെനിഞ്ചസ് എന്ന് പറയുന്ന മെംബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് മെനിഞ്ചോ. മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചോ അതായത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിൻ, നമ്മുടെ സ്പൈനലിനെയൊക്കെ അത് തന്നെ അഞ്ചന മെനിഞ്ചൈറ്റിസ് കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ സ്പൈൻ, നമ്മുടെ ബ്രെയിനെയൊക്കെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് അല്ലെ മെനിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ. അടുത്തതാണ് മൈക്രോ. മൈക്രോ എന്ന് പറയുന്നത് എന്താ? മൈക്രോസ്കോപ്പിക് അല്ലെ, മൈക്രോസ്കോപ്പ്, മൈക്രോ ഇതാണ് ടൈനി അല്ലെ. നമ്മൾ മൈക്രോസ്കോപ്പ് എന്തിനു ഉപയോഗിക്കുന്നത്? ചെറിയ വസ്തുക്കളൊക്കെ വലുതാക്കി കാണാനല്ലേ മൈക്രോ ആയിട്ടുള്ളത് അല്ലെ, മൈക്രോസ്കോപ്പിക് അല്ലെ. ഓക്കെ, മൈക്രോ മീൻസ് ടൈനി എന്നുള്ള അർത്ഥം, ടൈനി ചെറുത് കേട്ടോ. മോണോ, മോണോ എന്താണ്? സിംഗിൾ. ഓക്കെ, മോണോ സിംഗിൾ അല്ലെ. ഓക്കെ, അത് തന്നെ സുമാതി കറക്റ്റ് ആണ്. മോണോസൈറ്റ് അതൊരു ടൈപ്പ് ഓഫ് WBC ആണ്. നമ്മൾ അതിന് മോണോസൈറ്റ് എന്നാണ് പറയാ. 5 ടൈപ്പ് WBC ഉണ്ട്. അതിനകത്ത് ഒരു ടൈപ്പ് WBC ആണെന്ത്? മോണോസൈറ്റ് എന്നാണ് പറയാ കേട്ടോ. മോണോസൈറ്റ്, സിംഗിൾ എന്നാണ് മീനിങ് കേട്ടോ. അടുത്തതാണ് മൈലോ. മൈലോ എന്താണ്? റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ് ആൻഡ് ബോൺ മാരോ. നമ്മുടെ സ്പൈനൽ കോഡ് അതുപോലെ തന്നെ ബോൺ മാരോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് മൈലോ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ബോൺ മാരോ. ഓക്കെ, അതല്ല കേട്ടോ. മൈലോമ. മൈലോമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ്, ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാൻസർ ആണ് കേട്ടോ. ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്. ദാറ്റ് ഇൻസൈഡ് ദ ബോൺ മാരോ, നമ്മുടെ ഈ അസ്ഥിമജ്ജ ഉണ്ടല്ലോ, അതിനകത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാൻസറിന് നമ്മള് മൈലോമ എന്നാണ് പറയാ കേട്ടോ. ഓക്കെ, പിന്നെ മൈലോ റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട് മൈലിൻ ഷീറ്റ് എന്നൊക്കെ പറയും. മൈലിൻ ഷീറ്റ് അതായത് ഈ സ്പൈനൽ കോഡിന്റെ അത് നെർവിനെയാണ് പോകണം. ഓക്കെ, നെർവിനെ കവർ ചെയ്യുന്നൊരു സംഭവം കേട്ടോ, നെർവുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അത് വിട്ടോ. മൈലോ എന്താണ്? റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ് അഥവാ ബോൺ മാരോ കേട്ടോ. ബോൺ മാരോ അസ്ഥിമജ്ജ കേട്ടോ. മൈലോമ എന്ന് ഓർത്താൽ മതി, ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്. ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ബോൺ മാരോ. ഓക്കെ, ദെൻ മയോ. മയോകാർഡിയം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? മയോ മീൻസ് എന്താണ്? അതുപോലെ ഇലക്ട്രോ മയോഗ്രഫി എന്നൊക്കെ പറയുന്ന മയോ മീൻസ് റിലേറ്റിംഗ് ടു മസിൽ ആണ് കേട്ടോ. മസിൽ നമ്മൾ ECG പഠിച്ചില്ല, ECG, EEG അതുപോലെ ഒരു സംഭവം ഉണ്ട്, EMG ഉണ്ട്. ഇലക്ട്രോ മയോഗ്രാഫ് എന്ന് പറയും. മയോ മീൻസ് മസിലിന്റെ ആക്ടിവിറ്റികൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. മയോകാർഡിയം എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയപേശികൾ നമ്മൾ പറയും മയോകാർഡിയം എന്നാണ് പറയാ കേട്ടോ. അതെ പറഞ്ഞു, മയോകാർഡിയോഗ്രാഫ് അതായത്. ഓക്കെ, അപ്പൊ മയോകാർഡിയം എന്ന് പറയുന്നത് ഹൃദയപേശികളുടെ ആണ്. ഹൃദയപേശികൾ ഉണ്ടല്ലോ, ഹൃദയത്തിന്റെ മസിൽസ്, അതിനെ മയോകാർഡിയം എന്നാണ് നമ്മൾ പറയുക കേട്ടോ. ഓക്കെ, അപ്പൊ മയോ റിലേറ്റിംഗ് ടു മസിൽ, അത്ര ഓർത്താൽ മതി. അടുത്തത് നാസോ. നാസോ എന്താണ്? റിലേറ്റിംഗ് ടു ദ നോസ് ആണ്. നാസോ റിലേറ്റിംഗ് ടു ദ നോസ് ആണ് കേട്ടോ. നിയോ നിങ്ങൾക്കറിയാം. നിയോ മീൻസ് ന്യൂ എന്നുള്ള അർത്ഥം. നിയോനാറ്റോളജി, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്ന് പറഞ്ഞിട്ട് നിയോനാറ്റോളജി അല്ലെ, NICU പഠിച്ചിട്ടില്ലേ? നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ന്യൂ ബോൺ ബേബി അല്ലെ, നവജാതം ശിശുക്കളൊക്കെ അല്ലേ പറയാ നിയോ ട്ടാ, നിയോ എന്നുള്ള അർത്ഥമാണ്. നെഫ്രോ നിങ്ങൾക്കറിയാവുന്നതാണ്. നെഫ്രോളജി അല്ലെ, പഠിച്ചതല്ലേ? റിലേറ്റിംഗ് ടു ദ കിഡ്നി അല്ലെ, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, സുമ കറക്റ്റ് ആണ്, നെഫ്രോളജി അല്ലെ. അടുത്തത് ന്യൂറോ, അറിയാവുന്നതാണ്, എളുപ്പമാണ്. റിലേറ്റിംഗ് ടു ദ നെർവസ് സിസ്റ്റം ആണ് അല്ലെ, നമ്മുടെ നാഡീ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് അല്ലെ ന്യൂറോ എന്ന് പറയുന്നത്. അടുത്തതാണ് നൊക്റ്റ്. നൊക്റ്റ് എന്ന് പറയുമ്പോൾ നൊക്ടേണൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അഞ്ചന സുമാദേവി കറക്റ്റ് ആണ്, ന്യൂറോളജി പഠിച്ചതാണ്. അടുത്തത് നൊക്റ്റ്. നൊക്റ്റ് എന്താണ്? നൈറ്റ്. നൊക്ടേണൽ അല്ലെ, നൊക്ടേണൽ. നൊക്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണ്? നൈറ്റ് എന്നാണ് അർത്ഥം കേട്ടോ, നൈറ്റ്. അടുത്തതാണ് ഒലിഗോ. ഓക്കെ, ഒലിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈനി ലാക്കിംഗ് ഡെഫിഷ്യന്റ്, ചെറിയ കുറവിനൊക്കെ ടൈനി ലാക്കിംഗ് ഡെഫിഷ്യന്റ്, അതിനൊക്കെ നമ്മൾ ഒലിഗോ എന്നാണ് പറയുന്നത്. ഒലിഗോന്റെ മീനിങ് ആണ് പറയുന്നത് കേട്ടോ. ടൈനി ലാക്കിംഗ് ചെറിയ കുറവുകൾ, ഡെഫിഷ്യന്റ് അല്ലെ, അഭാവം, അതിനൊക്കെ പറയാം. അതാണ് ഇതിന്റെ മീനിങ് കേട്ടോ, ഒലിഗോ. അടുത്തതാണ് ഊഫോറോ.
എന്താണ് ഊഫോറോ? ഊഫോറോയില് ചെറിയൊരു തിത്തനുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് റിലേറ്റിംഗ് ടു നെർവസ് സിസ്റ്റം എന്നാണ്. അത് തെറ്റാണ്. റിലേറ്റിംഗ് ടു ഓവറീസ് ആണ് കേട്ടോ. ഇതാണ് ഓവറീസ്. ഓക്കെ, അതൊന്ന് അങ്ങനെയാണെങ്കിൽ നെർവസ് സിസ്റ്റം എന്നാണെങ്കിൽ ഒന്ന് വെട്ടിയിട്ട് ഓവറീസ് എന്നാക്കുക കേട്ടോ. ഓക്കെ, ഊഫോറോ. ഊഫോറോ മീൻസ് റിലേറ്റിംഗ് ടു ദ ഓവറി ആണ് കേട്ടോ. ഓവറിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ ഊഫോറോ. ഒഫ്താൽമോ അറിയാവുന്നതാണ്. ഒഫ്താൽമോളജി അല്ലേ, പഠിച്ചതല്ലേ? ഒഫ്താൽമോളജി എന്തുവാണ്? റിലേറ്റിംഗ് ടു ദ ഐ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് അല്ലേ? ഓക്കെ. ഓർക്കിഡോ. ഓർക്കിഡോ എന്താണ്? റിലേറ്റിംഗ് ടു ദ ടെസ്റ്റിക്കിൾസ്. അതുപോലെ ഓർക്കിയോ, ഓറോ, ഇത് മൂന്നും അതിന്റെ മീനിങ് ടെസ്റ്റിക്കിൾസ് ആണ്, വൃഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ടെസ്റ്റിക്കിൾസ്. ഓക്കെ, ഏതൊക്കെയാണ്? ഓർക്കിഡോ, ഓർക്കിയോ, ഓറോ. ഓക്കെ, തിരുത്താൻ പറഞ്ഞത് ഊഫോറോ, 83 കേട്ടോ. 83 അത് ഊഫോറോ കൊടുത്തേക്കുന്ന മീനിങ് റിലേറ്റിംഗ് ടു നെർവസ് സിസ്റ്റം എന്നാണ്. നെർവസ് സിസ്റ്റം വെക്കുക, എന്നിട്ട് അത് റിലേറ്റിംഗ് ടു ഓവറീസ് എന്നാക്കുക കേട്ടോ. ഓവറി. ഓക്കെ, നെർവസുമായിട്ട് ബന്ധപ്പെട്ട വാക്കല്ല അത്. ഓവറി, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ ഊഫോറോ. അതാണ് തിരുത്താൻ പറഞ്ഞത്. ഓക്കെ, ഒഫ്താൽമോ നമ്മൾ പറഞ്ഞു കേട്ടോ, റിലേറ്റിംഗ് ടു ഐ. പിന്നെ ബാക്കി 3 ഓർക്കിഡോ, ഓർക്കിയോ, ഓറോ, ഇത് മൂന്നും എന്താണ് മീനിങ്? റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ് ആണ് കേട്ടോ. ടെസ്റ്റിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. അടുത്തത് ഓർത്തോ. ഓർത്തോ എന്ന് പറയുമ്പോ ഡയറക്റ്റ് ഓർ നോർമൽ. നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഓർത്തോ എന്ന് കേൾക്കുമ്പോൾ അത് എല്ല് സംബന്ധമായിട്ടുള്ള ഓർത്തോഡോണ്ടിക്സ് എന്നൊക്കെ പറയും. ഓർത്തോഡോണ്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഓർത്തോഡോണ്ടിക്സ് നമ്മള് പല്ലുകളൊക്കെ ഡയറക്റ്റ് ചെയ്യുക, നേരെയാക്കുക. ഓക്കെ, പല്ലുകളൊക്കെ നേരെയാക്കുക നമ്മൾ ഓർത്തോഡോണ്ടിക്സ് എന്നാണ് പറയുക. ഡയറക്റ്റ് ഓർ നോർമൽ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ഓസ്റ്റിയോ. ഓസ്റ്റിയോ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓസ്റ്റിയോപോറോസിസ് എന്ന് കേട്ടിട്ടില്ലേ? എല്ലുകൾ ഇങ്ങനെ പൊടിയുന്ന അവസ്ഥ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഓസ്റ്റിയോപോറോസിസ് അല്ലെ, പഠിച്ചിട്ടില്ലേ? ഓസ്റ്റിയോപോറോസിസ് എന്താണ്? ഈ പറയുന്ന കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി മൂലം എല്ലുകൾ ഫ്രജൈൽ ആവും അല്ലെ. എല്ലുകൾ വളരെയധികം ദുർബലമായിട്ട് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ അല്ലെ. അതിന് നമ്മൾ എന്ത് പറയാം? ഓസ്റ്റിയോപോറോസിസ് എന്നാണ് പറയുക. ഓസ്റ്റിയോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിലേറ്റിംഗ് ടു ബോൺ ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് കിസുമ കറക്റ്റ് ആണ് കേട്ടോ. കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി മൂലം എന്ത് സംഭവിക്കും? നമുക്കറിയാം എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ഏറ്റവും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു മിനറൽ ആണ് അല്ലെ കാൽസ്യം എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിഷ്യൻസി മൂലം എന്ത് സംഭവിക്കും? എല്ലുകൾ ക്ഷയിക്കാൻ തുടങ്ങും അല്ലെ, ഫ്രജൈലാവും, പൊട്ടിപ്പോവും അല്ലെ. അതിന് നമ്മളപ്പോ ബോണുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. സോ ഓസ്റ്റിയോ റിലേറ്റിംഗ് ടു ബോൺ. ഓട്ടോ. ഓട്ടോ എന്താണ്? റിലേറ്റിംഗ് ടു ഇയർ. ഓട്ടോളജി, ഓട്ടോലാരിങ്കോളജിസ്റ്റ് എന്ന് പഠിച്ചതാണ്. ENT പഠിച്ചിട്ടുണ്ട് അല്ലെ. ആരെയാ പറയുന്നത്? ഓട്ടോലാരിങ്കോളജിസ്റ്റ്. ENT സർജനെ പറയുന്ന മറ്റൊരു പേര് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ ഇതിനകത്ത്? ഓട്ടോലാരിങ്കോളജിസ്റ്റ്, ഓട്ടോളജി അല്ലെ. ഇതാണ് റിലേറ്റിംഗ് ടു ഇയർ ആണ് കേട്ടോ, ചെവിയുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പോ നമ്പേഴ്സ് മാർക്ക് ചെയ്ത് വെക്കുക, ശ്രദ്ധിച്ച് കേട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ആ പേജില് 66 തൊട്ട് 90 വരെയാണ് കേട്ടോ. അപ്പൊ അതിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 67 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 67 മാക്രോ. നിങ്ങളുടെ ലാർജ് എന്ന് കൊടുത്തിട്ടില്ലേ, അത് 67. 70 മാർക്ക് ചെയ്യുക കേട്ടോ. 70, 73, 79, 80, 84, 89. ഒന്നുകൂടെ നമ്പേഴ്സ് പറയാം. 67, 70, 73, 79, 80, 84, 89. ഇത്രയും നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. 67, 70, 73, 79, 80, 84, 89. ഒന്ന് വായിച്ചു നോക്കിയേ.
മാർക്ക് ചെയ്തത് മാത്രം പഠിക്കാന്ന് വെച്ചാൽ മാർക്ക് ചെയ്തത് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. മറ്റുള്ളത് പഠിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. മാർക്ക് ചെയ്തത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. മറ്റുള്ളത് പഠിക്കാൻ സാധിക്കുമെങ്കിൽ പഠിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. മാർക്ക് ചെയ്തത് എന്തായാലും ഡ്രോപ്പ് ചെയ്യരുത്, പഠിച്ചു തന്നെ പോയിട്ട് പഠിച്ചു തന്നെ പോകണം കേട്ടോ. ഓക്കെ. ഓക്കെയാണ് നിമിഷം. വായിച്ചു നോക്കൂട്ടോ. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് കിടക്കാം കേട്ടോ. അടുത്ത പേജിലോട്ട് നമ്മൾ കിടക്കാണ്. നെക്സ്റ്റ് പേജിൽ നമുക്ക് 91 തൊട്ട് 115 വരെയാണ് കേട്ടോ. 115 വരെയുള്ള പ്രിഫിക്സിന്റെ പേജസ് ആണ് നോക്കുന്നത് കേട്ടോ. 91 to 115. ഓക്കെ, ഫസ്റ്റത്തെ വാക്ക് നോക്കാം. പാര. പാര മീൻസ് എന്താണ്? ബിസൈഡ് എന്നുള്ള അർത്ഥമാണ്, അരികിൽ. പാരാതൈറോയ്ഡ് എന്ന് കേട്ടിട്ടില്ലേ? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തൊട്ട് പുറകെ ആയിട്ട് ഡിസൈഡ് ആയിട്ട് കാണപ്പെടുന്ന, അരികിലായിട്ട് കാണപ്പെടുന്ന മറ്റൊരു ഗ്ലാൻഡ് ആണ് അല്ലെ പാരാതൈറോയ്ഡ് അല്ലെ. തൈറോയിഡിന്റെ പ്രവർത്തനങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളാണ് അല്ലെ പാരാതൈറോയ്ഡ്. പാര ചെയ്യുന്ന ആളാണ്, പാരപ്പടി ചെയ്യുന്ന ആളാണ് അല്ലെ. ഓക്കെ, പാര മീൻസ് ഡിസൈഡ് കേട്ടോ, പാരാതൈറോയ്ഡ്. ഓക്കെ, നെക്സ്റ്റ് പാത്തോ. പലപ്പോഴും നമ്മൾക്ക് അറിയാവുന്ന വാക്കാണ് പാത്തോളജി അല്ലെ. പാത്തോളജി എന്താണ്? അത് തന്നെ, റിലേറ്റീവ് ടു ഡിസീസ് കേട്ടോ, പാത്തോളജി. ഓക്കെ, സ്റ്റഡി ഓഫ് ഡിസീസസ് അല്ലെ, പാത്തോളജി എന്നല്ലേ നമ്മൾ പറയാം. അടുത്തതാണ് പെർ. പെർ എന്താണ്? ത്രൂ എന്നാണ് മീനിങ്. പെർമിയബിൾ കേട്ടിട്ടില്ലേ നിങ്ങള്? പെർമിയബിൾ, പെർമിയബിൾ എന്ന് വെച്ചാൽ എന്താ? ത്രൂ. പെർമിയബിൾ മെംബ്രെയിൻ, പെർമിയബിൾ എന്ന് വെച്ചാൽ അകത്ത് കൂടെ കടന്നു പോകാൻ പറ്റും അല്ലെ. ത്രൂ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തതാണ് പെരി. പെരി എന്താണ് മീനിങ്? അറൌണ്ട് എന്നുള്ള അർത്ഥമാണ്. നിങ്ങള് പെരിമീറ്റർ എന്ന് കേട്ടിട്ടില്ലേ? നേരത്തെ ഞാൻ പറഞ്ഞു ചുറ്റളവ്, പെരിമീറ്റർ, ചുറ്റും, അറൌണ്ട് അനോർത്താതി കേട്ടോ, പെരി, അറൌണ്ട്. അടുത്തത് ഫാഗോ. ഫാഗോ എന്താണ്? റിലേറ്റിംഗ് ടു ഈറ്റ്. ഓക്കെ, തിന്നുക, വിഴുങ്ങുക. ഫാഗോസൈറ്റോസിസ് എന്നൊക്കെ നമ്മൾ പറയും. ഫാഗോസൈറ്റോസിസ് അങ്ങനെ വിഴുങ്ങ, തിന്ന. ഓക്കെ, അപ്പൊ റിലേറ്റിംഗ് ടു ഈറ്റ് കേട്ടോ, ഫാഗോ. ഫാരിംഗോ. ഫാരിംഗോ എന്താണ്? റിലേറ്റിംഗ് ടു ത്രോട്ട് ഓഫ് ഫാരിങ്സ് അല്ലെ. റിലേറ്റിംഗ് ടു ത്രോട്ട് അല്ലെ, ത്രോട്ട് അല്ലെങ്കിൽ ഫാരിങ്സ്. നമ്മുടെ എന്താണ് ഈ പറയുന്ന ഫാരിങ്സ് അറിയാലോ നിങ്ങൾക്ക്, നമ്മുടെ വോയിസ് ബോക്സ് അല്ലെ, ആ ഒരു ഭാഗം അല്ലെ. ഓക്കെ, അതായത് ശ്വാസനാളം ഉണ്ട് കേട്ടോ, ഫാരിങ്സ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫാരിംഗോളജി. ഓക്കെ, അടുത്തതാണ് ഫിലബോ. ഫിലബോ എന്താണ്? റിലേറ്റിംഗ് ടു വെയിൻ ആണ് കേട്ടോ. റിലേറ്റിംഗ് ടു വെയിൻ, നമ്മൾ സാധാരണ ഈ വെയിൻ ഡിസോർഡേഴ്സുകളൊക്കെ ഡയഗ്നൈസ് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ ഫിലബോ. റിലേറ്റിംഗ് ടു വെയിൻ ആണ് കേട്ടോ. വെയിന്റെ ഡിസോർഡേഴ്സ്, വെയിനിന്റെ ട്രീറ്റ്മെന്റ്സുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫിലബോ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ന്യൂമോ. ന്യൂമോയില് ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ സ്പെല്ലിങ്ങില്. PHN ആക്കണം കേട്ടോ. ഇവിടെ PE ആണ്, PHN എഴുതണം കേട്ടോ. PHEMUM, H ചേർക്കണം കേട്ടോ. PH. ഓക്കെ, PE എന്നാണ് തുടങ്ങിയിരിക്കുന്നത്, PH ചേർക്കണം കേട്ടോ. ന്യൂമോ, ന്യൂമോണിയ അല്ലെ. ന്യൂമോണിയ ഏത് ഓർഗനെ ബാധിക്കുന്ന അസുഖമാണ്? ഏത് ന്യൂമോണിയ കേട്ടോ. PHE എന്നാണ് കേട്ടോ, PHE എന്നാണ് കേട്ടോ. ന്യൂമോണിയ എന്ന് പറയുമ്പോൾ അറിയാലോ ഇതിനെ ബാധിക്കുന്ന ലങ്സിനെ ബാധിക്കുന്നതാണ് അല്ലെ. ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. സോ റിലേറ്റിംഗ് ടു ലങ്സ്, എയർ ഓർ റെസ്പിറേഷൻ ട്ടോ. ശ്വാസകോശം അല്ലെങ്കിൽ റെസ്പിറേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. അടുത്തതാണ് പോളി.
പോളി എന്താണ് മീനിങ്? മൾട്ടി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമ്മൾ പോളിക്ലിനിക് എന്നൊക്കെ പറയും. പോളിക്ലിനിക് എന്നൊക്കെ പറയുമ്പോ എന്താണ്? മൾട്ടി ക്ലിനിക് ആണ് അല്ലെ, ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പോളി എന്നല്ലേ പറയാം. ഓക്കെ, പോളി മൾട്ടി എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തത് പോസ്റ്റ്. പോസ്റ്റ് എന്താണ്? ആഫ്റ്റർ, ബിഹൈൻഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അത് തന്നെ ആഫ്റ്റർ, ബിഹൈൻഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. പ്രീ എന്താണ്? ബിഫോർ ആണ് അല്ലെ. പ്രീ എന്താണ്? ബിഫോർ ആണ്. അടുത്തത് പ്രോ. ഓക്കെ, സുമ കറക്റ്റ് ആണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ലെ, ഓപ്പറേഷന് ശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അടുത്തത് പ്രോ എന്താണ്? ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ് എന്നൊക്കെ അർത്ഥം കേട്ടോ. പ്രോ മീൻസ് ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ്. അടുത്തത് പ്രൊക്ടോ. പ്രൊക്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിലേറ്റിംഗ് ടു ദ റെക്റ്റം ആണ് കേട്ടോ. റെക്റ്റം അറിയാലോ, അതായത് നമ്മുടെ മലദ്വാരം, മലാശയം, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ. പ്രൊക്ടർ. ഓക്കെ, പ്രൊക്ടർ കേട്ടോ. റെക്റ്റം ദാറ്റ് മീൻസ് ലാർജ് ഇൻറ്റെസ്റ്റൈനിന്റെ ലാസ്റ്റ് ഭാഗം അല്ലെ, ലാസ്റ്റ് പാർട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തതാണ് സ്യൂഡോ. എന്താണ്? സ്യൂഡോ. സ്യൂഡോ മീൻസ് ടേക്ക് എന്നല്ല, ഫേക്ക് എന്നാണ് കേട്ടോ. സ്യൂഡോ മീൻസ് തെറ്റായിട്ടുള്ളത്, വ്യാജമായിട്ടുള്ളത് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, പ്രോപ്പർ. അപ്പൊ നോക്കുക, സ്യൂഡോ എന്താണ്? ഫേക്ക് എന്നാണ് കേട്ടോ. ഇവിടെ ടേക്ക് എന്നാണ് കൊടുത്തേക്കുന്നത്, ഫേക്ക് എന്നാണ് കേട്ടോ. ഇവിടെ കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഫേക്ക്. അടുത്തതാണ് സൈക്കോ. സൈക്കോ അറിയാലോ, സൈക്കോളജി, സൈക്കോ ആണെന്നൊക്കെ പറയുന്നത്. ഓക്കെ, എന്താണ്? റിലേറ്റിംഗ് ടു ദ മൈൻഡ് അല്ലെ, മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്തത് പൾമണോ അല്ലെ. പൾമണോ എന്ന് പറയുന്നത് എന്താണ്? പൾമണോളജി. നമ്മൾ കാർഡിയാക്, ഹാർട്ട് ആണെന്ന് പറഞ്ഞ പോലെ പൾമണോ എന്താണ്? റിലേറ്റിംഗ് ടു ലെൻസ് ആണ്, ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട അത് തന്നെ പൾമണോളജി. അടുത്തത് പർ മീൻസ് റിലേറ്റിംഗ് ടു പസ് ആണ് കേട്ടോ. പസ് മീൻസ് പഴുപ്പ്. ഓക്കെ, പസ്. അടുത്തതാണ് ഫൈലോ. ഫൈലോ മീൻസ് റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ് കേട്ടോ. കിഡ്നിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്. പെൽവിസ് മീൻസ് നമ്മൾ ഇടുപ്പിന്റെ ഭാഗങ്ങള്. ഓക്കെ, കിഡ്നി, പെൽവിസ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പൈലോ കേട്ടോ. പൈലോ. ഓക്കെ, പയോ മീൻസ് റിലേറ്റിംഗ് ടു പസ് തന്നെയാണ്. പയോ എന്നൊക്കെ പറയുന്നത് റിലേറ്റിംഗ് ടു പസ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ക്വാഡ്രി അല്ലെങ്കിൽ ക്വാർട്ട് എന്നൊക്കെ പറയുമ്പോൾ 4 ആണ് അല്ലെ. ക്വാഡ്രന്റ്, ക്വാർട്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? 4 എന്നുള്ളത് നമ്മുടെ ഡൈ ബൈ 2 ആണ്, ട്രൈ 3 ആണ് എന്നൊക്കെ പറയുന്ന പോലെ ക്വാഡ്രി അല്ലെങ്കിൽ ക്വാർട്ട് എന്നൊക്കെ പറയുമ്പോൾ 4 ആണ് കേട്ടോ. അടുത്തതാണ് റിട്രോസ്പെക്റ്റീവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? റിട്രോ മീൻസ് ശരിക്കും പാസ്റ്റ് ആണ്, ബിഹൈൻഡ് ആണ് അല്ലെ. ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ്. നമ്മൾ റിട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ റിട്രോസ്പെക്റ്റീവ് ആസ്പെക്ട് എന്ന് വെച്ചാൽ പാസ്റ്റ് ആയിട്ടുള്ളത്, അതിന് പിന്നിലുണ്ടായിരുന്നത്, മുൻപുണ്ടായിരുന്നത് എന്നൊക്കെയുള്ള മീനിങ് ആണ് അല്ലെ. ബാക്ക്വേർഡ് അല്ലെ, ഓർ ബിഹൈൻഡ് എന്നൊക്കെയുള്ള അർത്ഥം. റൈനോപ്ലാസ്റ്റി അല്ലെ. റൈനോപ്ലാസ്റ്റി എന്നൊക്കെ പറയുമ്പോൾ റൈനോ എന്താണ്? നോസ് ആണ് അല്ലെ. ഓക്കെ, നോസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് റൈനോളജി. റൈനോപ്ലാസ്റ്റി അല്ലെ, നമ്മൾ ഈ കോസ്മെറ്റിക് സർജറിയിൽ റൈനോപ്ലാസ്റ്റി, നമ്മൾ ഇന്നലെ ബ്ലിഫാറോപ്ലാസ്റ്റി പറഞ്ഞ പോലെ ഒരു സംഭവം അല്ലെ. റൈനോപ്ലാസ്റ്റി മൂക്കിന്റെ ഷേപ്പ് ഒക്കെ മാറ്റില്ലേ. ഓക്കെ, അത് റിലേറ്റിംഗ് ടു ദ നോസ് ആണ് കേട്ടോ. അടുത്തതാണ് സ്ലിപ്പിംഗ്. ഓയാണ് സാധാരണ ചേർക്കുന്ന വവ്വല്. റിലേറ്റിംഗ് ടു എ ട്യൂബ് ആണ് കേട്ടോ. അതാണ് റിലേറ്റിംഗ് ടു എ ട്യൂബ്. ഓക്കെ, അപ്പൊ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് പറയാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ. മാർക്ക് ചെയ്തോളൂ. 92 മാർക്ക് ചെയ്യാം കേട്ടോ. 92 മാർക്ക് ചെയ്യാം. 92, then 98, 98 മാർക്ക് ചെയ്യാം. 98, 104, 104 കേട്ടോ. 104, 105, 105 മാർക്ക് ചെയ്യാം. 106, 106, 114, 114. അത്രയും നമ്പേഴ്സ് ആ പേജിനകത്ത് മാർക്ക് ചെയ്യാം. ഒന്നുകൂടെ പറയാണ്. 92, 98, 104, 105,
106, 114, 114. Again ഒന്നുകൂടെ പറയാണ് കേട്ടോ. 92, 98, 104, 105, 106, 114. ഓക്കെ, അത്രയും നമ്പേഴ്സ് ആണ് ആ പേജിനകത്ത് മാർക്ക് ചെയ്യേണ്ടത്. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ആ, കറക്റ്റ് ആണ് കേട്ടോ ആയിഷ, നമ്പേഴ്സ് കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോയാലോ? അടുത്ത പേജിലേക്ക് കടക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജില് പ്രിഫിക്സ് 116 തൊട്ട് 127 വരെയാണ് ഉള്ളത് കേട്ടോ. പ്രിഫിക്സ് 116 തൊട്ട് 127 വരെയാണ് ഉള്ളത്. നമുക്കത് വായിക്കാം. ഫസ്റ്റ് വൺ സ്ക്ലീറോ എന്നാണ് കേട്ടോ. ഡി എന്നല്ല, എസ് ആണ് കേട്ടോ. ഓക്കെ, ഡി ആണെങ്കിൽ തിരുത്താം, എസ് എന്നാക്കാം കേട്ടോ. ഓക്കെ, സ്ക്ലീറോ എന്നാണ് വായിക്കുക. സ്ക്ലീറോ, സ്ക്ലീറോ മീൻസ് ഹാർഡ്. റിലേറ്റിംഗ് ടു ദ സ്ക്ലീറ. സ്ക്ലീറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുണ്ടല്ലോ, കണ്ണിന് 3 ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, അതില് ഏറ്റവും എന്താ പറയാ, ഏറ്റവും പുറമെയുള്ള ലെയർ ആണ് കേട്ടോ സ്ക്ലീറ എന്ന് പറയുന്നത്. ദൃഢപടലം എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഓക്കെ, സ്ക്ലീറോ ഹാർഡ്, ഹാർഡായിട്ടുള്ളതാണ് കേട്ടോ. റിലേറ്റിംഗ് ടു ദ സ്ക്ലീറ കേട്ടോ, കണ്ണിലെ ലെയറുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് സ്ക്ലീറ കേട്ടോ. ഓക്കെ, ദെൻ സെമി. സെമി എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മൾ പറയില്ലേ സെമി ഫൈനൽ എന്നൊക്കെ പറയില്ലേ. ഹാഫ് ഓർ പാർഷ്യൽ ആണ് കേട്ടോ. ഇതാണ് ഹാഫ് ഓർ പാർഷ്യൽ. ഓക്കെ, ദെൻ സബ്, സബ്സ്റ്റാൻഡേർഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നിലവാരം കുറഞ്ഞത്. അണ്ടർ, സംവാട്ട് എന്നൊക്കെ സബ്സ്റ്റാൻഡേർഡ് ആണ്. നിങ്ങൾ ഫാർമസിയിൽ പഠിച്ചില്ലേ, സബ്സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് നെഗ്ലക്ട് ചെയ്യണം. സബ്സ്റ്റാൻഡേർഡ് നിലവാരം കുറഞ്ഞത്, അണ്ടർ അല്ലെ, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ അണ്ടർ, സംവാട്ട്. അടുത്തത് സൂപ്പർ. സൂപ്പർ മീൻസ് എബവ് അല്ലെ, അബണ്ടന്റ്, മോർ ദാൻ നോർമൽ അല്ലെ, എബവ് അല്ലെങ്കിൽ അബണ്ടന്റ്, സമൃദ്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ മോർ ദാൻ നോർമൽ, സാധാരണത്തെക്കാളും കൂടുതൽ. സുപ്ര, സുപ്ര എന്താണ്? എബവ്. എന്താണ് സുപ്ര? ഓക്കെ, എബവ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, എബവ്. അടുത്തത് ടക്കി. ടക്കി എന്താണ്? 116 സ്ക്ലീറ. അതെ 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 കേട്ടോ, അനിത. സ്ക്ലീറ എന്നാണ്. ഓക്കെ സുമ, കറക്റ്റ് ആണ് കേട്ടോ. ടക്കി കാർഡിയ, അതെ തന്നെ. സ്പീഡി. ടക്കി കാർഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ ഹൃദയമിടിപ്പ് ഉണ്ടല്ലോ, സാധാരണത്തെക്കാൾ കൂടുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ഭയങ്കര വേഗത്തില് ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ടക്കി കാർഡിയ എന്ന് പറയുന്നത്. ടക്കി കാർഡിയ. അപ്പൊ നിങ്ങൾ ബ്രാഡി കാർഡിയ എന്നൊക്കെ പറഞ്ഞ പോലെ ടക്കി കാർഡിയ കേട്ടോ. സ്പീഡിയാണ്, സാധാരണത്തെക്കാൾ സ്പീഡിന് ഹാർട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നതിനെയാണ് ടക്കി കാർഡിയ എന്ന് പറയുന്നത്. സ്പീഡി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. തേം നമുക്കറിയാലോ, തേം തെർമോമീറ്റർ അല്ലെ, തെർമോമീറ്റർ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ. അതെ. തൊറാക്ക്. തൊറാക്ക് എന്താണ്? റിലേറ്റിംഗ് ടു ദ ചെസ്റ്റ്, തൊറാസിക് ക്യാവിറ്റി അല്ലെ, നമ്മുടെ ഈ നെഞ്ചിന്റെ ഭാഗമാണ് അല്ലെ. നമ്മുടെ തൊറാസിക് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗമാണ് അല്ലെ. അവിടെ ആരൊക്കെയുണ്ട്? ഹാർട്ട് ഉണ്ട്, ലങ്സ് ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, ഇവക ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ തൊറാക്ക് എന്താണ്? തൊറാസിക് ക്യാവിറ്റി അല്ലെ, നമ്മുടെ ആ ഒരു ചെസ്റ്റിന്റെ പോർഷൻ ആണ് കേട്ടോ. റിലേറ്റിംഗ് ടു ദ കാർഡിയോ തൊറാസിക് സർജറി എന്നൊക്കെ കേട്ടിട്ടില്ലേ. തൊറാക്ക് എന്താണ്? റിലേറ്റിംഗ് ടു ദ ചെസ്റ്റ് ആണ് കേട്ടോ. ട്രാൻസ് എന്താണ്? ടു ദ അതർ സൈഡ് ഓഫ് അല്ലെ, ട്രാൻസ് ആണ് പറയും അല്ലെ, ടു ദ അതർ സൈഡ് ഓഫ്. ഓക്കെ, ട്രൈ എന്താണ്? 3 ആണ്. ബൈ 2 ആണ്, ട്രൈ 3 ആണ്, ക്വാഡ്രി, ക്വാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ 4 ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. യൂണി. യൂണി എന്താണ്? 1. യൂണിസെല്ലുലാർ അല്ലെ, യൂണിസെല്ലുലാർ ഒക്കെ എന്താണ്? 1. അടുത്തത് വാസോ കേട്ടോ. ഓ കഴിഞ്ഞിട്ടൊരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം കേട്ടോ. വാസോ മീൻസ് വെസൽ എന്നാണ് കേട്ടോ. എന്താണ്? വാസ്കുലാർ, വാസോ അല്ലെ, എന്താണ്? വെസൽ.
വെസൽ എന്നുള്ള അർത്ഥം. ഇവിടെ വെസൽ എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽ ഒക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ അതിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം. 117 117 മാർക്ക് ചെയ്യാം കേട്ടോ. 117 117, 122 122, 125 125. ഓക്കെ, ഇതൊക്കെയാണ് 117 117, 122 122, then 125 125. മാർക്ക് ചെയ്തോ? 3 ഉള്ളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് തരാണ് കേട്ടോ. ചിലപ്പോ നെക്സ്റ്റ് അവർ ഞാൻ തന്നെ ആയിരിക്കും. ഞാനൊരു ബ്രേക്ക് തരാം. അപ്പൊ ഒരു 1 hour ആയല്ലോ. ഓക്കെ, ചിലപ്പോ ഞാനായിരിക്കും കേട്ടോ. ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തോ. ഞാനിപ്പോ വരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അവർ അശ്വതി മിസ്സിന്റെ ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് വൈകിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.